കാസർഗോഡ് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ജില്ലാ പോലീസ് ചീഫ് ശ്രീ തോംസൺ എൻ ജോസ് ആണ്. വെൽക്കം സാർ. നമസ്കാരം സർ. നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം 50 വർഷത്തിന് ശേഷമാണ് പുതിയ പോലീസ് ആക്ട് നിലവിൽ വന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960 ആദ്യത്തെ പോലീസ് ആക്ട് ഉണ്ടായിരുന്നത്. ഈ പുതിയ പോലീസ് ആക്ട് വന്നതിന് ശേഷം ജനങ്ങൾക്ക് അല്ലെങ്കിൽ പോലീസിന് ഗുണപരമായ ഏതൊക്കെ നിർദ്ദേശങ്ങളാണ് ഈ ആക്ടിലുള്ളത്? കേരള പോലീസ് ആക്ട് 2011 ആക്ട് നിലവിൽ വന്നതിന് ശേഷം അത് പോലീസ് സേനയെ സംബന്ധിച്ചിട്ടാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിലെ പല കാര്യങ്ങളും, പോലീസിൽ ദൈനംദിന ജോലികൾ പലതും അല്ലാതെ തന്നെ നിയമപരമായിട്ട് സാധ്യത ഇല്ലാതിരുന്ന പല കാര്യങ്ങളും, ചെയ്തുകൊണ്ടിരുന്നിരുന്ന പല കാര്യങ്ങൾക്കും നിയമപരമായിട്ടുള്ളൊരു സാധ്യത കൊടുത്തുകൊണ്ട് പോലീസിന് ഒരുപാട് ദൈനംദിന ജോലികൾക്കിടയിലുള്ള ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഒരു ബാക്കിംഗ് കൊടുക്കാനായിട്ട് കേരള പോലീസ് ആക്ടിന് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മിസ്സിംഗ് കേസുകളെ സംബന്ധിച്ചിടത്തായാലും, അല്ലെങ്കിൽ മിസ്സിംഗ് കേസുകളുടെ ഇൻവെസ്റ്റിഗേഷനെ സംബന്ധിച്ചായാലും, അതല്ലെങ്കിൽ മിസ്സിംഗ് പ്രോപ്പർട്ടിയെ സംബന്ധിച്ചായാലും, നഷ്ടപ്പെടുന്ന വസ്തുക്കളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ മറ്റ് പോലീസ് സേനയിലെ അച്ചടക്കത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾക്കായാലും പോലീസ് സേനയുടെ ഒരു എന്താ പറയാ, ഒരു വലിയൊരു രീതിയിലൊരു സിസ്റ്റമാറ്റൈസേഷൻ കൊണ്ടുവരാനായിട്ട് കേരള പോലീസ് ആക്ടിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് നടത്തിപ്പിന്, പോലീസ് സ്റ്റേഷൻ നടത്തിപ്പിനെ സംബന്ധിച്ച് നിരവധി നല്ല മാർഗനിർദ്ദേശങ്ങളും, അതുപോലെ തന്നെ പോലീസിന്റെ ഡിസിപ്ലിനെ സംബന്ധിക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ടെന്യൂറൽ സെക്യൂരിറ്റി, പോലീസ് ഉദ്യോഗസ്ഥർ ഇത്ര വർഷം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പോലീസ് അവരുടെ പോസ്റ്റിങ്ങിൽ ഇത്ര വർഷത്തോളം അവർക്ക് മിനിമം ടെന്യൂർ കൊടുക്കണം എന്നുള്ളതും, പിന്നെ മറ്റ് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുന്ന വാഹനങ്ങളുടെ ഡിസ്പോസൽ, അതുപോലെ തന്നെ പോലീസ് സേനാംഗങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ട മര്യാദകളെ സംബന്ധിച്ചും, ഡ്യൂട്ടിക്കിടയിൽ ചെയ്യേണ്ട എന്താ പറയുക നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് കേരള പോലീസ് ആക്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്ന ഒരു ആക്ടാണ് കേരള പോലീസ്. സാർ ഇപ്പോൾ സൂചിപ്പിച്ചത് വാഹനങ്ങളുടെ ഡിസ്പോസൽ, നമുക്കറിയാം ഇപ്പോൾ റോഡ് സൈഡിൽ ഒരു ട്രാഫിക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പല വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുത്ത മണൽ ലോറികളായി അല്ലാതെ അത് റോഡ് സൈഡിൽ തന്നെയാണ് പാർക്ക് ഇത് കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് ചില സ്റ്റേഷനുകളിൽ. ഈ ഡിസ്പോസൽ ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ഇതിന്റെ ഡിസ്പോസൽ എന്തുകൊണ്ടാണ് ഇത്ര വൈകുന്നത്? അല്ല, പോലീസ് സ്റ്റേഷനുകളിൽ പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ പല കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് 5-6 കാറ്റഗറിയിൽ പെടുന്ന വാഹനങ്ങൾ, ഉദാഹരണത്തിന് മണൽ കേസുകളിൽ പെട്ട് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ അബ്കാരി കേസുകളിൽ പിടിച്ചെടുക്കപ്പെടുന്ന വാഹനങ്ങൾ, പിന്നെ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, അവശ്യ വസ്തുക്കളുടെ സാധനങ്ങളുടെ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ, പിന്നെ ക്രൈം കേസുകളിൽ ഉൾപ്പെടുന്ന വാഹനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊലപാതകത്തിനോ അല്ലെങ്കിൽ ഒരു കളവിനൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതിനുശേഷമാണ് പിന്നെ ഉടമസ്ഥനില്ലാതെ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ. ഇതിന് ഓരോന്നിനും ഓരോ രീതിയിലുള്ള ഡിസ്പോസലാണ്. ഇപ്പോൾ മണൽ വാഹനങ്ങൾ ഡിസ്പോസ് ഏറ്റവും കൂടുതൽ മണൽ വാഹനങ്ങളാണ്. മണൽ വാഹനങ്ങൾ ഡിസ്പോസ് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം ജില്ലാ കളക്ടറിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയ ജില്ലാ കളക്ടറിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ സാങ്കേതികമായിട്ടുള്ള കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. നിയമപരമായിട്ടും സാങ്കേതികപരമായിട്ടും കുറെ ഉണ്ട്. ഒന്നാമത് വണ്ടിക്ക് ഒരു വാല്യൂ നിശ്ചയിക്കണം, അതിനുശേഷം അത് ലേലം ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും വാല്യൂ അല്ലെങ്കിൽ മൂല്യം നിർണ്ണയിക്കുന്നതിൽ തന്നെ ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്ന മൂല്യത്തിൽ അല്ലെങ്കിൽ അബ്സെറ്റ് വാല്യൂ പ്രകാരം ചിലപ്പോൾ അത് ലേലം ചെയ്ത് പോകാറില്ല. അപ്പൊ അതിനോട് സംബന്ധിച്ച് ചിലപ്പോൾ ലേല നടപടികൾ വൈകുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടുന്ന ഒരു മാസം 10, 60, 70 ഒക്കെ വാഹനങ്ങൾ പിടിക്കുകയും ഡിസ്പോസൽ വളരെ കുറവാകുകയും സ്റ്റേഷനിൽ വെളിയിലേക്ക് എത്താൻ തുടങ്ങി ഈ വാഹനങ്ങൾ. അതൊരു വലിയൊരു ക്രൈസിസ്, അതിലൊരു വലിയൊരു പ്രശ്നമായിട്ട് തന്നെ പോലീസ് അത് ഗവൺമെന്റിന്റെ മുന്നിലും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നിൽ, കളക്ടറേറ്റിലൊക്കെ നമ്മളത് നിരവധി സ്ഥലങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. അവർ വിശദമായിട്ട് നോക്കുന്നുണ്ട്. പ്രധാനമായിട്ടും അതിന് സാങ്കേതികമായിട്ടുള്ള ഈ ഒരു നടപടിക്രമം പാലിക്കേണ്ടി വരുന്നതിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ RTO ആണ് അതിന്റെ വാല്യുവേഷൻ നടത്തേണ്ടത്, അതിന്റെ വില നിശ്ചയിക്കേണ്ടത്, പിന്നെ അതിനൊരു ലേലം നടത്തേണ്ടതായിട്ടുണ്ട്, ലേല നടപടിക്രമങ്ങൾ, അങ്ങനെ നിരവധി ഒരു നടപടിക്രമങ്ങളുടെ ഒരു നീളം കൂടുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് പെട്ടെന്ന് പരിഹരിക്കുന്ന നമുക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാം. അതോടൊപ്പം തന്നെ പോലീസുകാർക്ക്, അതായത് സിവിൽ മാറ്റേഴ്സിന് പോലീസിന് ഇടപെടുന്നുള്ള ഒരു പരിമിതിയുണ്ടോ? ഉദാഹരണത്തിന് അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സ്റ്റേഷനിൽ എത്തുകയാണ്, ആ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പോലീസ്? ഇല്ല, അതിർത്തി
സത്യം പറഞ്ഞ സിവിൽ മാറ്റേഴ്സിനെ സംബന്ധിച്ച് പോലീസിന്റെ ജൂറിസ്ഡിക്ഷൻ വളരെ പരിമിതമാണ്. പോലീസിന് നടപടിയെടുക്കാൻ കഴിയുന്ന നടപടികൾ വളരെ പരിമിതമാണ്. അതിന്റെ അകത്ത് പോലീസിന് ഒരു ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ അവരെ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അതിർത്തി തർക്കം ഒരു ക്രിമിനൽ ഒഫൻസിൽ എത്താതിരിക്കാൻ പോലീസിന് ചെയ്യാവുന്ന ചുരുക്കം കുറച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള വിഷയങ്ങൾ സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എന്തായാലും സ്വാഭാവികം എത്താറുണ്ട്. അത്തരം കേസുകളിൽ അതാണ് പറഞ്ഞത്, പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. രണ്ടുപേരും തമ്മിൽ ഒരു ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കുക, അവർ തമ്മിൽ ചർച്ച ചെയ്ത് അത് തീർക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ അതിനുവേണ്ടി ഒരു സഹായം ചെയ്തു കൊടുക്കുക എന്നതിനപ്പുറത്ത് പോലീസിന് ഇപ്പോൾ ഒരാളുടെ വസ്തുവിൽ കൂടി വഴിവെട്ടാനായിട്ട് പറയാനോ അല്ലെങ്കിൽ വഴി പ്രശ്നം തീർക്കാനായിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് പോലീസിന് അതിൻ്റെ അകത്തില്ല. അത് സിവിൽ മാറ്ററുകളിൽ സിവിൽ കോടതി തന്നെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഉദാഹരണത്തിന് പൊതുവഴിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് നമുക്ക് RDO കോടതിയിലേക്ക് റെഫർ ചെയ്യാനും റിപ്പോർട്ട് കൊടുക്കാനും അതിനൊക്കെ സാധിക്കും. നേരെ മറിച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കൂടിയുള്ള വഴി സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയമായിട്ട് മാറും. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കതിൻ്റെ അകത്തൊരു അവരെ കോടതി മുഖാന്തരം ഒരു സൊല്യൂഷന് സഹായിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ തമ്മിൽ തന്നെ പരസ്പരം ചർച്ചയ്ക്ക് ചെയ്തവരെ അതിനൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നതിനെ കവിഞ്ഞ് നമുക്ക് പോലീസിൽ നേരിട്ട് ഇടപെടാൻ കഴിയുന്ന പരിമിതമാണ്. തീർച്ചയായിട്ടും. നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ സമീപ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അത് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഡൽഹി സംഭവത്തിന് ശേഷം നമുക്ക് വർമ്മ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സ്ത്രീ സുരക്ഷാ നിയമം തന്നെ വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അതിവേഗ കോടതികളും സ്ത്രീകൾക്ക് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികളും കേരളത്തിൽ പോലും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഘടകങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അല്ലെങ്കിൽ ഇത് കൂടുതൽ പെരുപ്പിച്ച് കാണിക്കാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. ഇതിന്റെ സാമൂഹ്യ ഘടകങ്ങൾ, ഇത്തരം ഒഫൻസ് വരുന്നതിനുള്ള സാമൂഹ്യ ഘടകങ്ങൾ സാറിന്റെ നിരീക്ഷണത്തിൽ എന്താണ് തോന്നുന്നത്? സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് കുട്ടികള്, പ്രത്യേകിച്ചും മെയിൽ പോപ്പുലേഷൻ, ഒരു പുരുഷ മേധാവിത്വ സമൂഹം എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിനൊക്കെ ചിലപ്പോൾ അതിന് ആകെ കാറ്റഗറിയിൽ വരുന്ന ഒരു ഇതാണ്. പലപ്പോഴും മെയിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ കുട്ടികൾ, ആൺകുട്ടികളായാലും ഓപ്പോസിറ്റ് സെക്സിനെ കുറിച്ച്, എതിർലിംഗത്തെ കുറിച്ചിട്ടുള്ള അവരുടെ അറിവും ഒക്കെ എല്ലാം ഈ പത്രമാധ്യമങ്ങളിൽ നിന്നും സിനിമകളിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കാഴ്ചപ്പാടാണ് പലപ്പോഴും. അപ്പൊ അതിന്റെ അകത്ത് കുറച്ച് വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വരുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് അപ്പൊ ആ കാഴ്ചപ്പാടിൽ സ്ത്രീ ശരീരത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് എന്താ പറയാ മീഡിയ അല്ലെങ്കിൽ മറ്റ് ഇൻപുട്ട് കുട്ടികളിലേക്കും ചെറുപ്പക്കാരിലേക്ക് എത്തുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് പലപ്പോഴും അവര് സ്ത്രീയെ സമീപിക്കുന്നത് തന്നെ. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിനപ്പുറത്ത് ഒരു പക്വമായിട്ടൊരു സ്ത്രീ അവരുടെ വ്യക്തിത്വത്തെ അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി അംഗീകരിക്കുന്ന, ഒരു ഇൻഡിവിജ്വാലിറ്റി അംഗീകരിക്കുന്ന രീതിയിലേക്ക് അവരുടെ ഒരു കാഴ്ചപ്പാടിനെ മാറ്റാൻ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ സമൂലമായിട്ടുള്ള ഒരു മാറ്റം അതിൻ്റെ അകത്ത് കൊണ്ടുവരുന്നത്. ഇപ്പൊ നമ്മൾ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് ഇന്ത്യയിൽ തന്നെ ലോകത്ത് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സംഭവം ഉണ്ടായത്. അവിടെ മെട്രോപൊളിറ്റൻ അവിടെ വിദ്യാഭ്യാസമുണ്ട്, ഒരു സാംസ്കാരികമായിട്ടും സാമൂഹികമായിട്ടും ഉന്നതിയിലെത്തിയ ഒരു സംസ്കാരമുള്ള ഒരു സമൂഹമാണ് അവിടെ ഉള്ളത്. എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്ക് ഇതിന്റെ വിദ്യാഭ്യാസ നിലവാരം എന്നുള്ളത് ഒരു ജെൻഡർ അവയർനെസിന്റെ ഒരു അളവ് പോലെയല്ല. എത്ര ഏറ്റവും ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഈ ജെൻഡർ ക്രൈംസ് റിപ്പോർട്ട് ആവുന്നത് ഏറ്റവും സൊസൈറ്റിയിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരിക്കുന്നവർക്ക് നേരെ വരെ ഈ ഒരു അല്ലെങ്കിൽ ഉയർന്ന പദവിയിലിരിക്കുന്ന അത് ഒരു അതുപോലെ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് ജെൻഡർ അവയർനെസ്, അതായത് അത് നമുക്ക് ഒരിക്കലും ഒരു വിദ്യാഭ്യാസം ഒരു ഡിഗ്രിയായിട്ടോ ഇന്റർകണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു നല്ല ഡിഗ്രി ഉള്ള ഒരാൾക്ക് ഒരു ജെൻഡർ അവയർനെസ് ഉണ്ടാവണമെന്നില്ല. നേരെ മറിച്ച് വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ ഒരാൾക്ക് ഒരു പക്ഷെ അതിൽ ഉദാത്തമായിട്ടുള്ള നല്ലൊരു ജെൻഡർ അവയർനെസ് ഉണ്ടാവുമായിരിക്കും ഒരു പക്ഷേ. അപ്പൊ അതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഭാഗമാക്കണം എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് സാർ, അങ്ങനെയുള്ള ഒരു തലമുറയെ ബോധവൽക്കരിക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ഇങ്ങനെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു പരസ്പര വൈരുദ്ധ്യം ഇവിടെ എന്തുകൊണ്ട് വരുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു കാഴ്ചപ്പാട് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കരിക്കുലത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പോൾ ഉണ്ടെന്ന്. നല്ലൊരു ജെൻഡർ അവയർനെസ്സോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആ രീതിയിൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഒരു ഇൻപുട്ട് ഉണ്ടെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പലപ്പോഴും നമ്മുടെ ഇപ്പോൾ മീഡിയ ആയാലും സിനിമ ആയാലും അല്ലെങ്കിൽ ഒരു ഇതായാലും സ്ത്രീയെ കൂടുതലും ഒരു സെക്സ് സിംബിളോ അങ്ങനെ എന്തൊക്കെയായിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ടാണ് യൂത്ത് വളർന്നു വരുന്നത്.
അപ്പൊ അവർക്ക് അതിനോടുള്ള അപ്രോച്ച് അങ്ങനെ തന്നെയായിരിക്കും. സ്ത്രീയോടുള്ള അപ്രോച്ച് കൂടുതലും ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പൊ അതിനപ്പുറത്തേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തന്നെ ഒരു വളരെ നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കരിക്കുലം തന്നെ അതിൻ്റെ അകത്തേക്ക് വരണം. സർ, ഇത് പ്രത്യേകിച്ച് കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ ഇത്തരത്തിലുള്ള ക്രൈമിൽ പെടുന്ന ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ബോധവൽക്കരണം നടത്താൻ പ്രത്യേകിച്ച് പദ്ധതികളും അങ്ങനെ എന്തെങ്കിലും? പ്രത്യേകിച്ച് പദ്ധതികളുണ്ട്. ഇപ്പോൾ നമുക്ക് പ്ലാൻ ഫണ്ടിൽ നമ്മുടെ ജെൻഡർ അവയർനെസ്സിനെ സംബന്ധിച്ചിട്ട് നിരവധി പ്രോഗ്രാമുകൾ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ചീമേനിയിൽ ഒരു പ്രോഗ്രാം നടത്തുക, ജെൻഡർ അവയർനെസിന്റെ പ്രോഗ്രാമുകൾ നമ്മൾ ജില്ലാതലത്തിലും അല്ലാതെയും നടത്തുന്നുണ്ട്. പോലീസിന്റെ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ബേസ് ചെയ്തിട്ട് അങ്ങനെ നടത്തുകയും ആ ഒരു അവയർനെസ് ഫോളോ അപ്പ് ഉണ്ടാവും സർ. അങ്ങനെയല്ല, ഒരു പ്രോഗ്രാം നടത്തുക, അതിന്റെ പ്രത്യേകിച്ച് കോളേജുകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ മറ്റ് കേന്ദ്രം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ അത് ഒരു പരിപാടി കൊണ്ട് നിൽക്കുന്നതല്ല, അതിന്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് പിന്നീട് അതിനെക്കുറിച്ച് ഫോളോ അപ്പ് മറ്റു രീതിയിൽ ഫോളോ അപ്പ് ആയിട്ട് നടക്കുന്നില്ല ഒരുപക്ഷെ. അത് ഒരുപക്ഷെ അതിന്റെ ഒരു പോരായ്മയാണ്. എന്നിരുന്നാൽ തന്നെയും നമ്മൾ പ്രോഗ്രാമുകൾ നടത്തുന്നതുകൊണ്ട് കൂടുതൽ കുട്ടികളിലേക്ക് ഒരു മെസ്സേജ് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ ബർമ കമ്മിറ്റി റിപ്പോർട്ട്, ഒരു ക്രൈം ഉണ്ടാകുമ്പോൾ ഒരു പുതിയൊരു ആക്ട് അല്ലെങ്കിൽ ഒരു പുതിയ നിയമം വരുന്നു, അത്തരത്തിൽ അത് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ അവലോകനം ചെയ്യൽ അല്ലെങ്കിൽ അതിന്റെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ സമൂഹത്തിന് സ്വാധീനം ചെലുത്താൻ പറ്റില്ലേ? അത്തരത്തിൽ ഉള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും പ്ലാൻ ഫണ്ടിലിന്റെ പ്രോഗ്രാംസ് ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്യുന്ന കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഓർഗനൈസ്. ഇപ്പൊ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ അത് കുറച്ച് ഓർഗനൈസിംഗ് ലെവലിൽ നമ്മൾ ഒരുപക്ഷെ അത്രയും നല്ലൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജെൻഡർ അവയർനെസ് ക്യാമ്പയിൻ ആയിട്ട് നമ്മൾ അത് മാറ്റുന്നില്ല. എല്ലാ വർഷവും ഓരോ പ്രോഗ്രാം നടത്തുന്നതിനപ്പുറത്ത് അത് ക്യാൻ ബി ഡൺ. പക്ഷെ അതൊരു യൂണിവേഴ്സൽ ആയിട്ട് നടത്താനായിട്ട് പോലീസിന് എല്ലാ സ്കൂളുകളെയും കോളേജുകളും ഒരുമിച്ച് നടത്താനായിട്ട് പോലീസിന് അതിന് പരിമിതികളുണ്ട്. നേരെ മറിച്ചൊരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് വിദ്യാഭ്യാസ വകുപ്പായിട്ട് സഹകരിച്ചുകൊണ്ട് പോലീസിന് തീർച്ചയായിട്ടും നിൽക്കാൻ പറ്റും. അത് സാധിക്കും. അതോടൊപ്പം തന്നെ ഇപ്പൊ പോലീസിന് ട്രാഫിക് ക്രമീകരണ സമിതിയുണ്ട്, ബോധവൽക്കരണം നടത്തും, പല മേഖലകളിൽ നിന്നും ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷെ എന്നാലും റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നുണ്ട്, മരണനിരക്ക് കൂടുന്നുണ്ട്. നമ്മൾ ഇത്തരം കേസുകളിൽ അല്ലെങ്കിൽ വാഹന പരിശോധന ചാർജ് ചെയ്യുന്ന കേസുകൾ, ഓഫൻസിന് ചാർജ് ചെയ്യുന്ന കേസുകൾ ദുർബലമാണോ? അങ്ങനെ ഒരു വിവക്ഷ ശരിയാണോ? അത് ഉദാഹരണത്തിന് ഇപ്പൊ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ ഒഫൻസുകളും, ഉദാഹരണത്തിന് കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസുകളെല്ലാം തന്നെ ജാമ്യം കിട്ടുന്ന വകുപ്പുള്ള കേസുകൾ. വാഹനം ഓടിച്ചാൽ അതെ, സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. മദ്യപിച്ചുള്ള വാഹനം ഓടിക്കലായാലും മറ്റ് അമിത വേഗതയായാലും ഇപ്പൊ ഒരു വണ്ടി അശ്രദ്ധമായിട്ട് ഓടിച്ച് ഒരു ആക്സിഡന്റിൽ കൊണ്ട് അവസാനിക്കുന്ന കേസുകൾ പോലും 304A എന്നുള്ള IPC സെക്ഷൻ പ്രകാരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ്. അപ്പൊ ആ രീതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിയമത്തില് അങ്ങനെ ഒരു അപര്യാപ്തതയുണ്ട്. ഇപ്പൊ പല കേസുകളും വളരെ റാഷ് ആൻഡ് നെഗ്ലിജന്റ് ആയിട്ട് ഉള്ള ഡ്രൈവിങ്ങിലൊക്കെ ഒരുപക്ഷെ നമുക്കൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതാണ്. ഒരുപക്ഷെ അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ഇപ്പോ ആക്സിഡന്റിന്റെ ഒരു വിഷയം, അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ട് വരുന്നത് ആക്സിഡന്റിന് നമുക്ക് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പലപ്പോഴും ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. ഇപ്പൊ ഉദാഹരണത്തിന് വണ്ടി ഓടിക്കുന്ന ആളുടെ തെറ്റുകൊണ്ട് തന്നെ മാത്രം ഒരു ആക്സിഡന്റ് നടക്കണം എന്നല്ല. ഇപ്പൊ ഒരു കാൽനടക്കാരന്റെ യാത്രക്കാരന്റെ അശ്രദ്ധ കൊണ്ടാവാം, അല്ലെങ്കിൽ എതിരെ വരുന്ന മരിച്ച ആൾ ഓടിച്ച വണ്ടിയുടെ അയാളുടെ തന്നെ അശ്രദ്ധ കൊണ്ടായിരിക്കാം. അപ്പൊ പലപ്പോഴും നമ്മള് ഓടിച്ച വണ്ടിയെ എതിർകക്ഷിയെ കുറ്റക്കാരനായിട്ട് കണ്ടപ്പോ അയാളെ ജയിലിൽ അടയ്ക്കുമ്പോ അതൊരു എന്താ പറയാ നീതി നിഷേധം കൂടിയാണ്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അപ്പൊ അതുകൊണ്ടാണ് അതിന് ട്രാഫിക് വയലൻസ് ഒരുപക്ഷെ അതുകൊണ്ട് അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം അതൊരു ജാമ്യമുള്ള വകുപ്പും കൂടിയാക്കി മാറ്റിയിരുന്നു ഒരുപക്ഷെ. തീർച്ചയായിട്ടും സാർ, അതോടൊപ്പം തന്നെ നമുക്ക് റോഡിന്റെ വീതി തന്നെ വളരെ കുറവാണ്. ഇപ്പൊ പരിമിതമായ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് നമ്മൾ വാഹനം ഓടിക്കുന്നത് തന്നെ. അവിടെയാണ് ഈ അശാസ്ത്രീയമായ പാർക്കിംഗ് വരുന്നത്. ഇപ്പോൾ ജില്ലയിലെ പ്രധാന പട്ടണങ്ങളായ നീലേശ്വരമായാലും കാഞ്ഞങ്ങാടായാലും കാസർഗോഡായാലും അവിടെയൊക്കെ പോലീസിന്റെ കൃത്യമായ അറിയിപ്പുണ്ട്. വാഹനം നോ പാർക്കിംഗ് ബോർഡിന്റെ സമീപത്ത് തന്നെ പാർക്കിംഗ് ഉണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വൈരുദ്ധ്യം ഉണ്ടാക്കുന്നൊരു സ്ഥിതിവിശേഷമല്ലേ? തീർച്ചയായിട്ടും അത് സത്യമാണ്. പക്ഷെ അതിൻ്റെ അകത്ത് രണ്ട് രീതിയിൽ അതിനെ കാണണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം പാർക്കിംഗ് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ട്രാഫിക് കൾച്ചർ ഇല്ല ഒന്നും. ഒരുപക്ഷെ ഉദാഹരണത്തിന് നമ്മുടെ സ്വയംഭരണ എല്ലാ ഒരു പൊതു സമൂഹത്തിന് പൊതുവെ ഭരണ സംവിധാനത്തിന് എല്ലാത്തിനും തന്നെ അങ്ങനെ ഒരു ട്രാഫിക് കൾച്ചറിനെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഒരു കടയുണ്ടെങ്കിൽ കടയ്ക്ക് പാർക്കിംഗ് സ്പേസ് ഉണ്ടാവണമെന്നും ഒരു പാർക്കിംഗ് സ്പേസ് കൊടുക്കണമെന്നും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടില്ല. ഇപ്പോൾ നമ്മൾ കടയ്ക്ക് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ കടയുടെ പാർക്കിംഗ് സ്പേസിനെ കുറിച്ചൊന്നും ആരും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ പല സ്ട്രീറ്റിലേക്കും അല്ലെങ്കിൽ തെരുവുകളിലേക്കും പൊതുസമൂഹത്തിന് വരാനായിട്ട്
അല്ലെങ്കിൽ വന്ന് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പാർക്കിംഗ് വേണം. അപ്പൊ അതൊരു ആവശ്യമാണ്, അത് ജനത്തിന്റെ ആവശ്യം കൂടിയാണ് പാർക്കിംഗ്. അപ്പൊ നമുക്ക് ഉള്ള ഫെസിലിറ്റി നമ്മൾ ക്രമീകരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് വളരെ അപര്യാപ്തമായിട്ടുള്ള അതിന്റെ അപര്യാപ്തത, പാർക്കിംഗ് സ്പേസിന്റെ അപര്യാപ്തത വളരെ ക്രൂഷ്യലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. നമ്മള് പോലീസ് ഒരുപക്ഷെ അതിൽ വളരെ ഇതായിട്ട് ചെയ്താൽ തന്നെ പബ്ലിക്കിൽ നിന്ന് നേരിട്ട് തിരിച്ചും വേറെ പാർക്കിംഗ് സ്പേസ് നമുക്ക് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഓപ്ഷൻ ഇല്ലാതെ പോകുന്നു എന്നുള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത് ഈ പ്രോഗ്രാം മുൻ പോലീസ് ചീഫ് സുരേന്ദ്ര സാർ ഈ പരിപാടിയിൽ പങ്കെടുത്ത സമയത്ത് ധാരാളം പ്രേക്ഷകർ ഫോണിലൂടെ ഈ ഒരു പരാതി അറിയിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട്, നീലേശ്വരം, കാസർഗോഡുമുള്ള ഈ അശാസ്ത്രീയമായ പാർക്കിംഗ് സംവിധാനം വളരെയധികം ബുദ്ധിമുട്ട്, കാരണം ഗതാഗത കുരുക്കും ഈവൻ കാൽനട യാത്രക്കാർക്ക് പോലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ കോൾ വന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിനൊരു ടൗൺ പരിസരത്ത് ഇപ്പോ ഹൈവേയിലും എനിക്ക് തോന്നുന്നു ഹൈവേ പരിസരങ്ങളിൽ ഇപ്പൊ അത്രയ്ക്ക് അങ്ങനെ ഇല്ല. കാരണം ഹൈവേയിലൊക്കെ നല്ലപോലെ റോഡ് മാർജിൻ ഉള്ളതുകൊണ്ടും റോഡിനപ്പുറത്തും സ്ഥലമുള്ളതുകൊണ്ടും നമുക്ക് ഹൈവേയിലൊന്നും അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. ടൗൺ ടൗണുകളിലാണ് ഇപ്പൊ കൂടുതലും നമുക്ക്, പ്രത്യേകിച്ചും തീർച്ചയായിട്ടും അകത്തെ ടൗണുകളിൽ ഇപ്പൊ കാഞ്ഞങ്ങാട് നിങ്ങൾ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ കാസർഗോഡ് തന്നെയായാലും വളരെ കുറച്ച് ഏരിയയിലാണ് ഈ പാർക്കിംഗ് സംബന്ധിച്ച് എം ജി റോഡ് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ നമ്മൾ പെറ്റി അടുപ്പിക്കുക, പോലീസ് മാക്സിമം കേസുകൾ പിടിച്ച് പെറ്റി അടിക്കുന്നുണ്ട്. നോൺ ഒബ്സ്ട്രക്റ്റീവ് പാർക്കിങ്ങിനൊക്കെ നമ്മൾ ഒഫൻസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പാർക്കിംഗ് സ്പേസിന്റെ ഒരു ഓപ്ഷൻ ഇതിന് മറ്റൊരു ഇല്ല, അങ്ങനെ ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കുന്നില്ല സാർ. പാർക്കിംഗ് ഫെസിലിറ്റീസ് ഉള്ള തൊട്ടടുത്ത സമീപ പ്രദേശങ്ങളോ അത് ശരി, നഗരസഭയുമായിട്ട് കൂടിയാലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പൊ പാർക്കിങ്ങിന് വേണ്ട സ്ഥലം കൊടുക്കേണ്ട പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതല ശരിക്കും പറഞ്ഞാൽ നഗരസഭ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മൾ അതിൻ്റെ അകത്തൊരു ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി നഗരസഭയോ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ പ്രസിഡന്റും RTO കൺവീനറായിട്ടും പോലീസിന്റെ പ്രതിനിധിയും ജില്ലാ മജിസ്ട്രേറ്റിന്റെ പ്രതിനിധിയും പൊതുമരാമത്ത് വകുപ്പിന്റെ ഒക്കെ പ്രതിനിധി എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളതാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി. അപ്പൊ അവർക്ക് എല്ലാ മാസവും ഒരു മീറ്റിംഗ് കൂടി ഇവർക്ക് ഈ അനുദിനമായിട്ട് വരുന്ന ട്രാഫിക് പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ അവർക്ക് അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യുകയും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. അതിപ്പോ പല സ്ഥലങ്ങളിലും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി കൂടുന്നതിലൊരു വീഴ്ചയുണ്ട്. അപ്പൊ നമ്മളത് കൂട്ടാനായിട്ട് ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെയും RTOന്റെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞപ്പോ നന്നായി ഇപ്പൊ ഈ മാസം തൊട്ട് നന്നായി ചെയ്യാനായിട്ട് ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പൊ ഇത് ഫെസ്റ്റിവൽ സീസണാണ്. അപ്പോൾ ഈ റോഡിന്റെ പ്രത്യേകിച്ച് ഹൈവേ സൈഡിലൊക്കെ ബാനറുകളും ഫ്ലക്സ് ബോർഡുകളും അതുപോലെ തന്നെ കമാനങ്ങളും അല്ലെങ്കിൽ ചില പ്രതിരൂപങ്ങൾ ഒക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ ഇതൊരു കാരണമാണ്. ഇതിന് മുൻകൂട്ടി പെർമിഷൻ ആവശ്യമുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു ഫ്ലക്സ് ബോർഡ് വെക്കുന്നത്, കമാനം വെക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് പ്രതിരൂപങ്ങൾ റോഡിന് സമീപത്ത് സ്ഥാപിക്കുന്നതിനോ ഒരു പെർമിഷന്റെ ആവശ്യം യഥാർത്ഥത്തിലുണ്ടോ? ഈ കമാനങ്ങളൊക്കെ വെക്കുന്നതിന് തീർച്ചയായിട്ടും അതായത് സ്വയംഭരണ സ്ഥാപനങ്ങൾ, ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ പെർമിഷൻ വേണം. ഹൈവേയിലൊക്കെ വെക്കുന്നതിന് ഹൈവേ അതോറിറ്റിയുടെ പെർമിഷൻ വേണം. അപ്പൊ അത് പെർമിഷൻ ഇല്ലാതെ വെക്കാൻ സാധാരണ കേസിൽ എനിക്ക് തോന്നുന്നു ഹൈവേ, പ്രത്യേകിച്ച് റോഡിന്റെ മീഡിയൻ അല്ലെങ്കിൽ റോഡിന്റെ മീഡിയനിലൊന്നും ഒരു കാരണവശാലും വെക്കാനായിട്ട് നിയമപരമായിട്ടും പ്രൊവിഷൻ ഇല്ല. അത് ഹൈക്കോടതി ഉത്തരവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റ് സ്ഥലത്ത് പെർമിഷനോട് കൂടി ഇപ്പോ ഇയർമാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ ഫ്ലക്സ് വെക്കുന്നതിന് മറ്റല്ലെങ്കിൽ പ്രചാരണ ആവശ്യത്തിന് വെക്കുന്നതിന് നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് ഇയർമാർക്ക് ചെയ്തിരിക്കുന്നതും അതിന് പെർമിഷൻ എടുക്കുകയും ചെയ്തിട്ടായിരിക്കും ചെയ്യേണ്ടതാണ് ഏറ്റവും നല്ലത്. സർ, ഇതിന് മറ്റൊരു സാങ്കേതിക പ്രശ്നം, ഈ ഒരു പ്രോഗ്രാം നടന്നു കഴിഞ്ഞാൽ പോലും ആ ബോർഡുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിരൂപങ്ങൾ ഇതൊക്കെ അതേപടി അവിടെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഉണ്ടാകുന്നുണ്ട്. ഇതിനൊരു മാറ്റം ഇല്ല. അതിന് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുന്നതൊന്നും ഇതാണ്, നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ തീരുമാനം എടുത്തിരുന്ന ഒരു കാര്യമാണ് ട്രാഫിക്കിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഉള്ള ബോർഡുകൾ നമ്മൾ കേസ് എടുക്കുന്നുണ്ട്. അപ്പൊ അതിന് ഫൈൻ അടപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏത് പാർട്ടിയാണോ വെച്ചിരിക്കുന്നത്, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിന് അതിൻ്റെ അകത്ത് റെസ്പോൺസിബിൾ ആയി വെച്ചിട്ട് അത് നമ്മൾ സീസ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ അവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെ മറ്റ് കേസുകളിലാണെന്നുണ്ടെങ്കിൽ വർഗീയപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ ഉള്ള ഫ്ലെക്സുകൾ പോലീസ് തന്നെ എടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റ് ഒബ്സ്ട്രക്ഷൻസിൽ പിന്നെ മറ്റൊരു വലിയ ശതമാനം ഒബ്സ്ട്രക്ഷൻസ് എടുക്കാനുള്ള ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്ക് ഉണ്ട്. അതുപോലെ തന്നെ അതായത്
സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒബ്സ്ട്രക്റ്റീവായിട്ട് നടക്കുന്ന എല്ലാം ഒരുവിധപ്പെട്ട എല്ലാം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്ന പോലീസ് എടുക്കുന്നുണ്ട്. അതുപോലെ വാൾ പോസ്റ്റുകളിലുള്ള റൈറ്റിംഗ്, ഇപ്പോൾ ഇലക്ട്രിക് പോസ്റ്റുകളിലുള്ള റൈറ്റിംഗ്, അതുപോലെ തന്നെ റോഡുകളിലൊക്കെയുള്ള റൈറ്റിംഗ്, അതൊക്കെ നമ്മൾ കേസെടുത്ത് കേരള പോലീസ് ആക്ടിൽ ഈ പറഞ്ഞ കേരള പോലീസ് ആക്ടിലെ പ്രൊവിഷൻ പ്രകാരം തന്നെയാണ് കേസെടുക്കുന്നത്. 120D ഒക്കെ പ്രകാരം ട്രാഫിക്കിനെ സബ്സ്ട്രക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന രീതിയിൽ സംഘർഷത്തിന് സാധ്യതയുള്ള അങ്ങനത്തെയൊക്കെയുള്ള വകുപ്പുപെട്ട കേസെടുക്കുന്നു. സർ, മറ്റൊരു വിഷയത്തിൽ സർ, നമ്മുടെ ജില്ലയിലെ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനം ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ? ജനമൈത്രി പോലീസിന് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ഉള്ള പോലീസ് സ്റ്റേഷനുകളിൽ ജനമൈത്രി ബീറ്റ് സംവിധാനം ആണ് നമ്മൾ പ്രധാനമായിട്ടും ജനമൈത്രി ബീറ്റിലെ ൂടെയാണ് ജനമൈത്രി വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷനില് പ്രധാനമായിട്ടും നമുക്ക് ജനമൈത്രി ബീറ്റിന്റെ ഓഫീസേഴ്സിന്റെ ഒരു കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം എൻഷുർ ചെയ്യിക്കുക എന്നുള്ളതാണ്. റെഗുലറായിട്ട് ബീറ്റ് അയക്കുക, ബീറ്റിന് അവിടുന്ന്. ഇതിന്റെ ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 20ഓളം പോലീസ് സ്റ്റേഷനിൽ പിന്നെ 200ഓളം സ്റ്റേഷനിലേക്ക് വ്യാപിപ്പിച്ചതാണ്. ഈ ബീറ്റ് ഓഫീസർമാർ നേരിട്ട് വീടുകളിൽ പോയി അവരുടെ പരാതി കേൾക്കുമ്പോൾ അവരിൽ ജനങ്ങളുമായുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ഒരു ബന്ധത്തിന് ഇപ്പം അല്പം കുറവ് വന്നിട്ടുണ്ടോ? പക്ഷെ അത് റെഗുലറായിട്ട് ബീറ്റ് അയക്കാത്ത കൊണ്ടാണോ എന്നുള്ളത്, അത് റെഗുലറായിട്ട് ബീറ്റ് അയക്കാനായിട്ടുള്ള ഒരു സംവിധാനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ ആഴ്ചയും നമ്മൾ 2 ബീറ്റ് വെച്ച് നമ്മൾ അയക്കാനായിട്ടുള്ള ഒരു സംവിധാനം ചെയ്യുന്നുണ്ട്. സാറ് തന്നെ ഇപ്പോൾ സാമൂഹ്യമായും സാമ്പത്തികം, ജില്ലാ പോലീസ് ചീഫ് സാറ് പോലും സാമൂഹ്യമായും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന കോളനികളിൽ താമസിക്കുന്ന ജനങ്ങളുടെ അടുത്ത് പോവുകയും അവരിൽ നിന്ന് പരാതി നേരിട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം, ഒരു സുരക്ഷിതത്വ ബോധം, അത് ഈ ജനമൈത്രി പോലീസിലും കൂടുതലുണ്ടാകുന്നുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ജനമൈത്രി പോലീസ് ഈ ഓഫീസർമാർ നേരിട്ട് പോവുകയും ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും 2ാം ഘട്ടത്തിൽ ഇവർ പരാതി നേരിട്ട് കേൾക്കാൻ പോവുകയും ചെയ്യുന്നുണ്ട്, വീടുകളിൽ പോയി പരാതി ശേഖരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ടിസ് നടത്തിയ പഠനത്തിൽ ഇപ്പോൾ ഫോണിലൂടെ മാത്രമേ ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന് ഈ അടുത്ത കാലത്ത് ടിസ് നടത്തിയ പഠനം വെളിവാക്കുന്നുണ്ട്. താങ്കളുടെ വിവക്ഷ എന്താണ്? അതിൻ്റെ അകത്ത് ഒരു കാര്യമുള്ളത്, നമ്മുടെ സ്ട്രെങ്ത്തിന്റെ ഒക്കെ ഒരു ഷോർട്ടേജ് കാരണം ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നുന്നു ജനമൈത്രി ബീറ്റ് പോകാത്ത ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും ഒരുപക്ഷെ, അല്ലെങ്കിൽ പിന്നെ ട്രാൻസ്ഫറിനോടനുബന്ധിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ അത് നമ്മൾ ആ കുറവ് പരിഹരിക്കാനായിട്ട് പരമാവധി പരിശ്രമിക്കുന്നുണ്ട്. റെഗുലറായിട്ട് ബീറ്റ് അയക്കുക, പോലീസ് ഓഫീസേഴ്സിന് റെഗുലറായിട്ട് ബീറ്റ് അയച്ച് ജനങ്ങളായിട്ട് ഒരു ഇന്ററാക്ഷൻ കംപ്ലീറ്റ് ആക്കി ഹൗസ് വിസിറ്റുകൾ നടത്തി. പല പ്രമാദ കവർച്ച കേസുകളും തുമ്പുണ്ടാക്കുവാൻ ഇത്തരത്തിലുള്ള ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനം നിർണായകമായ സ്വാധീനം പ്രത്യേകിച്ച് പല സ്ഥലങ്ങളിലും നടന്നിട്ടുമുണ്ട്, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ. ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട്. പോസിറ്റീവായിട്ടുള്ള ജനങ്ങളുടെ കോൺഫിഡൻസ് എടുത്തുകൊണ്ട് നെഗറ്റീവ് അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധർക്കെതിരെ അല്ലെങ്കിൽ ഒഫൻസിൽ ഉൾപ്പെടുന്നവർക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജനമൈത്രിയുടെ കോർ പ്രിൻസിപ്പിളിലൊന്ന്. അതിന് പ്രായോഗിക ബുദ്ധിമുട്ടാണ് പ്രായോഗിക ബുദ്ധിമുട്ടുകളൊന്ന് ഇതാണ്. ഒരുപക്ഷെ അംഗസംഖ്യയുടെ ഒരു കുറവാണ് പ്രധാനമായിട്ടും പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ 1ാം ഘട്ടത്തിൽ എന്തുകൊണ്ട് പിന്നെ അത് പൂർണ്ണതോതിൽ ഒരു പരിധിവരെയെങ്കിലും വിജയിച്ചിട്ടില്ലേ? 1ാം ഘട്ടത്തിൽ ഒരുപക്ഷെ പ്രൊജക്ടിന്റെ ഇനീഷ്യേഷൻ സ്റ്റേജിൽ അത് ഏറ്റവും അധികം ഫോക്കസോടുകൂടി ഒരുപക്ഷെ അത് നടത്തപ്പെടുന്ന ഒരു പ്രൊജക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ അത് ഏറ്റവും അധികം ഫോക്കസ് കിട്ടുന്ന ഒരു സ്റ്റേജാണ്. ഒരുപക്ഷെ അതിനുശേഷം ഒരുപക്ഷെ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലാപ്സ് ഒരുപക്ഷെ ഇപ്പൊ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ബീറ്റ് അയക്കുന്നുണ്ട്, ഫോളോയിങ് ഇട്ടാണ്. നമ്മുടെ ജില്ലയിൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഉരുത്തിരി വരുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ ജില്ലയിലെ കമ്മ്യൂണൽ ഇഷ്യൂസ്. സാറ് തന്നെ ഇവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് ആ സമയത്ത് ഒരു മർഡർ നടക്കുന്നുണ്ട്. ഇതിൽ പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ സൊസൈറ്റിയിൽ, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താണ്? ഇല്ല, പോലീസിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ പിടിക്കുക, പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം, കോടതിയിലെ വിചാരണ നേരിടാനായിട്ട് വിചാരണയിലേക്ക് കൊണ്ടുവരാൻ, ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക, ഇത്രയാണ് പോലീസിന് നിയമ സംവിധാനത്തിൽ ചെയ്യാവുന്നത്. പിന്നീട് ചെയ്യാവുന്നത് രണ്ടാമത്തേത് കമ്മ്യൂണലി ഇതുപോലെ വർഗീയമായിട്ട് പ്രശ്നങ്ങളിൽ സ്ഥിരം ഇൻവോൾവ് ആവുന്നവർക്കെതിരെ ഗുണ്ട ആക്ട് തുടങ്ങിയ നടപടിക്രമങ്ങൾ എടുക്കുക. കഴിഞ്ഞൊരു കുറച്ച് വർഷത്തെ റെക്കോർഡ് ഈ പ്രതികൾക്ക് എന്താണ് സംഭവിക്കുക? യഥാർത്ഥത്തിൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത്? പ്രതി യഥാർത്ഥത്തിൽ അവർ ശിക്ഷിക്കപ്പെടുന്നുണ്ടോ? ഇല്ല, അതാണ് പറഞ്ഞത്. വർഗീയ കേസുകളില്, കുറ്റകൃത്യങ്ങളില് ശിക്ഷിക്കപ്പെടുന്നത് വളരെ കുറവാണ്. അത് കാസർഗോഡ് ജില്ലയില് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് തോന്നുന്നു സാറിന്?
ഇല്ല, പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഇപ്പൊ പല കേസുകളും ഒത്തുതീർന്നു പോകുന്ന കേസുകളുണ്ട്. വർഗീയ കേസുകൾ പോലും ഒരുപക്ഷെ സെറ്റിൽമെന്റ് ആവുന്ന അവസ്ഥയൊക്കെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ആവുന്നുണ്ട്. മർഡർ കേസ് തന്നെ ആവണമെന്നില്ല, ഒരുപക്ഷെ ഹർട്ട് കേസുകൾ വരെ ചിലപ്പോൾ സെറ്റിലാവുന്ന, മർഡർ കേസ് ചിലപ്പോൾ ഞാൻ സൈറ്റ് ചെയ്ത് പറയുന്നില്ല, പക്ഷെ മറ്റു കേസുകൾ ഒത്തുതീരുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ കോടതി വരെ എത്താത്ത രീതിയിൽ തന്നെ പലപ്പോഴും അതങ്ങനെ സംഭവിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് കോടതിയിൽ പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകൾ ഇങ്ങനെ സെറ്റിൽ ഔട്ട് ഓഫ് കോർട്ടിൽ സെറ്റിൽ ചെയ്യാവുന്നത്, അതായത് കോടതിയുടെ സാങ്ഷൻ എടുത്തിട്ട് സെറ്റിൽ ചെയ്യാവുന്ന കേസുകൾ ഉണ്ടാവില്ല. രണ്ടാമത്തെ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, പിന്നെ സാക്ഷികളുടെ ഹോസ്റ്റൈലായി മാറുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് കോടതിയിൽ വരുന്നപ്പോൾ സാക്ഷികള് ഹോസ്റ്റൈലായി പോകുന്നു. അപ്പൊ കേസുകൾ തീർച്ചയായും അതുപോലെ തന്നെ തള്ളിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേസിന്റെ വിധിയെ സ്വാധീനിക്കുന്നു എന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. എന്നിരുന്നാൽ തന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മാക്സിമം എഫേർട്ട് ഇപ്പോഴും എടുക്കുന്നുണ്ട്. നമ്മളൊരു പോസിറ്റീവായിട്ട് തന്നെ അതിനെ കണ്ട് മാക്സിമം കേസുകൾ കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കാനായിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് മാക്സിമം പരിശ്രമം എടുക്കുന്നുണ്ട്. ശരി, ഇത്തരത്തിൽ കമ്മ്യൂണൽ ഇഷ്യൂസ് നടക്കുന്ന ആ പോക്കറ്റിൽ അതിന്റെ കോർ ഇഷ്യൂസ് കണ്ടെത്തുവാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന് ഇപ്പോൾ കളക്ടറേറ്റിലൊരു മീറ്റിംഗ് കൂടി അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വിലയിരുത്തി, അല്ലാതെ ഇപ്പോൾ ഇതിന്റെ പ്രത്യേകിച്ച് പോക്കറ്റ് ഉണ്ട്. സാറിന് വളരെ കൃത്യമായിട്ട് ഈ സ്പോട്ടൊക്കെ അറിയാം. കാസർഗോഡ് ജില്ലയിൽ, കാസർഗോഡ് മുനിസിപ്പാലിറ്റി കീഴിൽ പല മേഖല, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ആ ഇഷ്യൂസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്ക് നയിക്കുന്ന മേജർ ഇഷ്യൂസ് അത് കണ്ടെത്തുവാൻ പോലീസിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന് വർഗീയപരമായിട്ട് കാസർഗോഡ് ഇപ്പൊ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ, അത് വർഗീയപരമായിട്ടുള്ള ഒരു പോളറൈസേഷൻ, ധ്രുവീകരണം പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് ശരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണം പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അതൊരു വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു എൻഡ് റിസൾട്ടാണ്. അപ്പൊ അതിനൊരു പ്രത്യേക ഒരു ക്വിക്ക് ഫിക്സ് സൊല്യൂഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ഇപ്പോൾ പെട്ടെന്നൊരു സൊല്യൂഷൻ ഇല്ല. അതിന് സാമൂഹികമായിട്ട് വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം പ്രവർത്തിക്കണം. ഇവിടുത്തെ ഗവൺമെന്റിന്റെ എല്ലാ വകുപ്പുകളും അതിനൊരു കോർഡിനേറ്റഡ് ആയിട്ടൊരു എഫേർട്ട് നമുക്കുണ്ടെങ്കിലേ ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ വർഗീയ സ്വഭാവമുള്ള ഈ പ്രശ്നങ്ങൾ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജില്ലയുടെ സമഗ്ര വികസനത്തിന് വന്ന ഡോക്ടർ പ്രഭാകരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ജില്ലയുടെ ശാശ്വത സമാധാനത്തിനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കമ്മീഷൻ പല നിർദ്ദേശങ്ങളും അതിൽ ഉൾപ്പെടുന്നത്. അതെ, തീർച്ചയായിട്ടും. അതിൻ്റെ അകത്ത് ഒന്നാമത് കൂടുതൽ വിദ്യാഭ്യാസം, ഉയർന്ന ഹയർ എഡ്യൂക്കേഷന് ഫോക്കസ് ഉണ്ടാവുക. കുട്ടികൾ +1 ലെവലിൽ അല്ലെങ്കിൽ +2 വരെയൊക്കെ സ്കൂളുകളിൽ പോകുന്ന ഒരവസ്ഥയുള്ളൂ. അതിനുശേഷം മറ്റെന്തെങ്കിലും താൽക്കാലിക ജോലി അല്ലെങ്കിൽ ഗൾഫിലെ ജോലി, ആ രീതിയിലേക്ക് കുട്ടികൾ, അല്ലെങ്കിൽ കുറച്ച് മണലിന്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ആന്റി സോഷ്യൽ ആക്ടിവിറ്റിയിലേക്ക് കുട്ടികൾ പോകുന്ന, അവരാണ് ഏറ്റവും അധികം ഇതിൻ്റെ അകത്തേക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് മാറ്റി ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒരു ഫോക്കസ് ഉണ്ടാവുക കുട്ടികൾക്ക്. അതുപോലെ തന്നെ എംപ്ലോയ്മെന്റിന് ഓപ്പർച്യൂണിറ്റി ജില്ലയ്ക്ക് അകത്തുണ്ടാവണം. കൂടുതൽ കുട്ടികൾ ജോലി സമ്പാദിക്കുകയും ആ ഒരു ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരാനുമായിട്ടുള്ളൊരു ഇതുണ്ടാവണം. അപ്പോഴാണ് കൂടുതലും ഇങ്ങനത്തെ ഈ ഒരു ഇൻഫ്ലുവൻസിലേക്ക് വരാതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് വളരെ കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ തിരിച്ചു നടത്തുക അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് നമുക്ക് പോലീസ് പലപ്പോഴും ഇപ്പൊ ചെയ്യുന്നത് വിഷയങ്ങൾ ഉണ്ടാവുന്നു, പോലീസ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണം മാറ്റാനായിട്ട് എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. അത് രാഷ്ട്രീയ പാർട്ടികൾ തൊട്ട് എല്ലാവരും, ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അതിന്റെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും, സമൂഹം ഒന്നടങ്കം. അത് മേലധ്യക്ഷന്മാരും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചുള്ള പ്രവർത്തനത്തോണ്ട് മാത്രമേ തിരിച്ചൊരു വരവുണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സർ. ഈ പരിപാടിയിൽ താങ്ക് യു.